Hi, hello guys. Ajay is back with new video. This is an entirely different video. First video of my food recipe, food preparation from my side. JJ recipes. ഇതിൻ്റെ ഫിഷ് വറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിഷ് ഉണ്ട്, പിന്നെ കബാബല്ല മറ്റേ സോസേജ് ഉണ്ട്. അത് രണ്ടും ഉണ്ടല്ലോ. ഫിഷായിട്ട് രണ്ട് വ്യത്യസ്തമായ ഫിഷ്. ഈ ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല, ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഫിഷ് ഉണ്ട്, അത് കിളിമീനിനൊക്കെ നമ്മളിവിടെ പറയാം. റെഡ് കളറുള്ള മീൻ ചിതമ്പലുള്ളത്. പിന്നെ പ്രോൺസ് ഉണ്ട്, 2 പീസ് പ്രോൺസ്. അതാണ് ഇപ്പോൾ വറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ഞാൻ മേടിച്ചതല്ല, ഇതെൻ്റെ റൂമിലുള്ള ഫിഷ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനുണ്ട്, പാകിസ്ഥാനി ചേട്ടൻ. ആളിവിടെ കൊണ്ടുവന്ന് വെക്കും, ഇഷ്ടം പോലെ ഒരു 10 കിലോ ഒക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും എന്ത് വേണം എടുത്ത് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഞാനത് മീൻ വറുത്ത് കഴിച്ചു. ഞാൻ മേടിച്ചൊന്നുമല്ല. അപ്പോൾ ഞാൻ നന്നാക്കി ഇതൊക്കെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഫുഡ് റെസിപ്പീസ് ഓഫ് ജെ ഹവായി ഫ്രൈ എ ഫിഷ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തുവേണം ചെയ്യുക. യൂഷ്വലി എനിക്ക് ഫിഷ് കട്ട് ചെയ്യണതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല ഷാർപ്പുള്ള ടൂൾസ് വേണം. ഈ കത്തിരിക്ക നല്ല ഷാർപ്പാണ്. പിന്നെ ആ കത്തിയും ഓൾമോസ്റ്റ് മേക്കിട്ട് നല്ല ഷാർപ്പാക്കിയിട്ട് വെക്കണം. എനിക്ക് ഷാർപ്പ് സാധനങ്ങൾ കട്ട് ചെയ്യാൻ താല്പര്യമുള്ളൂ. ഇത് വീഡിയോ ഇങ്ങനെയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഫസ്റ്റ് തൊട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള. ഈ മീനിൻ്റെ ഉള്ളിൽ പലിഞ്ഞീനുണ്ട്. പലിഞ്ഞീൻ നമ്മളിവിടെ പറയുന്നത് മീനിൻ്റെ മുട്ടേനെയാണ് പറയുന്നത്. പലിഞ്ഞീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പലിഞ്ഞീനും മുട്ടയും എന്നുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട് നമ്മുടെ അവിടെ നാട്ടിൽ. അത് പുത്തമ്പള്ളിയുടെ ഉണ്ട്, ഒരു കടയിലുണ്ട് പലിഞ്ഞീനും മുട്ടയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കുണ്ട്, അഴുക്കൊക്കെ എടുത്ത് കളയുന്നു. ഞാനത് പുറത്ത് വെച്ച് വൃത്തിയാക്കാം. പൊതുവെ സിങ്കിലിട്ട് വൃത്തിയാക്കില്ല, ബിക്കോസ് അത് സിങ്കിലുള്ള എനിക്കിഷ്ടമല്ല. അതെടുത്ത് ഞാൻ പുറത്ത് വൃത്തിയാക്കുന്നത്. ഒറ്റ പീസല്ല വൃത്തിയാക്കാണല്ലോ, കുറച്ച് അധികം ഒന്നുമില്ല. മറ്റൊക്കെ മുന്നേ വൃത്തിയാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള, അത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ തലയൊന്നും എടുക്കില്ല, എനിക്കിഷ്ടമല്ല. എൻ്റെ റൂംമേറ്റാണ്, ശ്രീലങ്കക്കാരൻ. അവരുടെ റൂമിലാണ് നിൽക്കുന്നത്. അവരാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഫിഷൊക്കെ എന്താണ് എടുത്തോ, എത്ര ആണ് എടുത്തോ, കുറേ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അല്ല ഇതാണ് ഞാൻ പറഞ്ഞ കിളിമീൻ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ള ഒരു ഇത് പറഞ്ഞു. റെഡ് കളർ മീൻ, ഗോൾഡൻ ഫിഷ് പോലെയൊക്കെ ആണ്. ഇതിൻ്റെ സോസേജ് ഉണ്ട്, പ്രോൺസിൻ്റെ ഉണ്ട്. ഇത് മൂന്നും കൂടി വറക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു ഇതുപോലെ കഴിക്കാനായിട്ട്. നോമ്പ് കാലമുള്ള അധികം ഫുഡ് വയ്ക്കേണ്ട ആവശ്യം വരാറില്ല. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും പാഴ്സൽ. ഇത് തൈരാണ്. കുറച്ച് തൈര് ഇങ്ങനെ ഒഴിക്കും, കുറച്ച് വെള്ളത്തിന് പകരം. ഇതുള്ളൂ. ഇത് സോൾട്ട് പാകത്തിനിടാം. മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ചില്ലി പൗഡർ, മുളക് പൊടി. മുളക് പൊടി ആവശ്യത്തിന് ഇടുന്നു. പിന്നെ നെക്സ്റ്റ് ഇത് കുരുമുളക് പൊടിയാണ്. നാട്ടിൽ നിന്ന് വീട്ടിലുണ്ടായി കുരുമുളക് പൊടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്, നല്ല കുരുമുളക് പൊടി. ഇത് മസാലയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് പൊടിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്നില്ല. അച്ഛനും മീൻ വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നിട്ടുള്ള മസാല പൊടിയാണ്. മസാല എല്ലാത്തിനും ഉപയോഗിക്കാം. പിന്നെ ഇത് ടെർമറിക്കാണ്, മഞ്ഞൾ ആവശ്യത്തിന് കുറച്ച് ഇടാം, ട്രഡീഷൻ പോലെ. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഒന്ന് തേച്ച് വെക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും വലിയ വിഷയമല്ല. ഞാൻ സാധാരണ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാറില്ല. ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം ഇടാം. സമയമില്ല, പക്ഷേ ഇതിന് കുറേ സമയം കളയാനില്ല. നമുക്ക് ഫുഡ് കഴിക്കണം, അപ്പം ഉണ്ടാക്കും, അപ്പം ഉണ്ടാക്കി കഴിക്കും. ദുബായിലല്ലേ, നല്ല നിനക്കറിയാലോ, ജോലിയും തിരക്കും കാരണം ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചെയ്ത കാര്യമാണ്. മസാല ഉള്ളിലൊക്കെ ഒന്ന് പുരട്ടി വെക്കുന്നു. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ പുരട്ടി വെക്കുന്നു. നമ്മൾ സ്പൈസി ആൾക്കാരല്ലേ ഇന്ത്യക്കാർ, പൊതുവെ നല്ല സ്പൈസി കഴിക്കണമല്ലേ. എല്ലാത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് ഇതാക്കി വെക്കും. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ ഈ സാധനം ഇത്തിരി കൂടി മാഗ്നേറ്റായിട്ട് കിട്ടും. ഞാനൊന്നും നോക്കില്ല, ഞാനപ്പോൾ ഉണ്ടാക്കി കഴിക്കാം. ഇത് സോസേജിൻ്റെ സോസേജ് മുറിച്ച് വയ്ക്കാൻ പറഞ്ഞു. സോസേജ് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊന്തി വരും, നല്ല സോസേജ് എനിക്ക് ഇഷ്ടമുള്ള സാധനം. കണ്ടോ, ഇതിപ്പോൾ മാഗ്നേറ്റഡായി. ഇതാണ് ഞാൻ എയർ ഫ്രയറാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യും. ഇത് കുറച്ച് വെളിച്ചെണ്ണ
വെളിച്ചെണ്ണ അല്ല, ഓയിൽ. പിന്നെ ഞാൻ എയർ ഫ്രയറിൻ്റെ അടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കും. ബിക്കോസ് ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കാണ്ടൊക്കെ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് എയർ ഫ്രയർ. എയർ ഫ്രയർ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ മറ്റേ നീരാവിയോട് ഉണ്ടാവുകയെന്ന് പറയില്ല, നീരാവി കൊണ്ട് ചൂടാവുന്ന തട്ടുമാണ് എയർ ഫ്രയറിൻ്റെ മെക്കാനിസം. അതിൻ്റെ ഉള്ളിലോട്ട് സാധനം കയറ്റി വയ്ക്കുന്നു. മാക്സിമം ഈ ഒരു ഫിഷ് ഉണ്ടാകാനായിട്ട് എനിക്ക് ഇതിനുള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 minutes മാക്സിമം അതിൽ ഈ സാധനം കഴിക്കേണ്ട രീതിയിലായി കിട്ടും. 20 minute മാക്സിമം മതി. ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 minute. അത് 30 minute 35 മിനിറ്റിനുള്ളിൽ ചിക്കനൊക്കെ നല്ല ക്രിസ്പി നല്ല ഇതായിട്ട് കിട്ടും. ഒരു 10 minutes 15-12 minutes ആകുമ്പോൾ ഒന്ന് മറച്ചിടണം, അത്രയേ ഉള്ളൂ. എയർ ഫ്രയറിൽ വളരെ നല്ല ഉപകാരമാണ് എയർ ഫ്രയർ. ഹെൽത്തി, വെരി ഹെൽത്തി. ഇതിപ്പോൾ വേണ്ട മാഗ്നേറ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് തേച്ച് സെറ്റാക്കി വെക്കുന്നു. അധികം സമയമൊന്നും ചിലവാക്കിയിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. ഇതിന് വരത്ത് ഇതൊക്കെ വെക്കാനോ. ഇപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കും, ഇതുണ്ടാക്കും, നമ്മൾ പുറത്തിരിക്കുന്നത് ഇത് കൊണ്ടുവന്ന് എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതാണ് ഇനി ആകെയുള്ള ഒരു ടാസ്ക്. ഇനി അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. എയർ ഫ്രയർ തന്നെ ക്രിപ്റ്റോൻ്റെ ഒരു എയർ ഫ്രയർ വെച്ചു. എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ള ആരിഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന് എനിക്ക് തന്നിട്ടുള്ളത്. അവന് 2 മേടിച്ച് അതിലൊരെണ്ണം വെച്ച് ഓഫറിൽ കിട്ടിയിട്ടുള്ളതാണ്. അവന് ഇത്ര 60 dirhams കിട്ടിയത്. ഇതിപ്പോൾ പുറത്ത് മേടിക്കുമ്പോൾ 140 dirhams വരും. ഇതിപ്പോൾ ഒരു എടുത്ത് നോക്കുമ്പോൾ ഒരു 10 മിനിറ്റിന് എടുത്ത് നോക്കുമ്പോൾ ഹാഫ് ആയിട്ടുണ്ട്. ഒന്ന് മറച്ചൊക്കെ ആയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. പലതിനും പല വേവാണല്ലോ, നമുക്കറിയണം. നമ്മളൊരു കുറച്ചൊക്കെ അറിയണം, വേവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. ഈ സോസേജൊക്കെ പെട്ടെന്ന് വേവും. അപ്പോൾ അത് നമ്മൾ അതിന് മുമ്പ് എടുത്ത് വെക്കണം. അപ്പം മാറ്റി ഇപ്പോൾ സെക്കൻഡ് ടൈം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് വെച്ചു. അത് സൗണ്ട് വന്നപ്പോൾ എടുത്തു. സോസേജൊക്കെ മുന്നേ എടുത്തിട്ടുണ്ട്, കാണാം. ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഫിഷുമായി, സോസേജുമായി, പ്രോൺസുമായി എല്ലാമായി. അത് സോസും കൂടിയായിട്ട് ഒന്ന് കഴിക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചെയ്തിട്ടുള്ളത് കുക്കറി ഷോ. ഞാൻ വിചാരിക്കുന്നത് സോസേജ് എളുപ്പപ്പണിയല്ലേ. എളുപ്പപ്പണിയായാലും എനർജറ്റിക്കാണ്. ഒരു ഇതും ഉപയോഗിച്ചിട്ടില്ല, ഓയിലൊന്നും തിരികെ വെച്ചിട്ടില്ല. അടിയിലൊന്ന് ഒട്ടി പിടിക്കാണ്ട് വേണ്ടി വെച്ചിട്ടുള്ള ഓയിലുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരാം. ഫുൾ ചിക്കൻ ഇതിനുള്ളിൽ വറുത്തിട്ട്